മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുള്ള കേന്ദ്രത്തിൻ്റെ അവഗണന രാജ്യത്തോടുള്ള വെല്ലുവിളിയെന്ന് ഡൽഹിയിലെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ.വി. തോമസ് പറയുന്നു. വിഷയത്തിൽ കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. മുനമ്പത്തെടുക്കുന്ന അമിത രാഷ്ട്രീയ താൽപ്പര്യം കേന്ദ്ര സർക്കാർ വയനാടിൻ്റെ കാര്യത്തിൽ എടുത്തില്ലെന്നും കെ.വി. തോമസ് കുറ്റപ്പെടുത്തുന്നു. ദേശീയ ദുരന്തമാകണമെന്ന് പ്രഖ്യാപിക്കണമെന്ന് പറയാൻ കാരണം ഇപ്പോൾ 100% സഹായം കിട്ടും. പക്ഷേ ഇപ്പോഴത്തെ ഈ കത്തിൽ, ഈ 10-ാം തീയതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിത്യാനന്ദ റേ ഒപ്പിട്ട കത്തിൽ പറയുന്നത് സാധ്യമല്ല. ഇത് വളരെ നിരാശാജനകമാണ്. കേരളത്തോട് ഒരു ചിറ്റമ്മ നയം കാണിക്കരുത്. കേരളത്തിന് ശേഷം ദുരന്തമുണ്ടായ പല സംസ്ഥാനങ്ങൾക്ക്, ആന്ധ്ര ഉൾപ്പെടെ, ഉദാരമായി സഹായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കേരളത്തിലെ എല്ലാവരും, അത് BJP-ക്കാർക്കും പ്രതിപക്ഷത്തിന് എല്ലാവർക്കും ഈ കാര്യത്തിൽ ഒറ്റ മനസ്സോടെ നിന്ന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ന്യായമായ സഹായം കേരളത്തിൽ എത്തിക്കണം. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. ശരിക്കും അപ്രതീക്ഷിതമായി വന്ന ഒരു ഷോക്ക് തന്നെയാണ് ഇത്തരമൊരു നിലപാട്. ഇത് മാത്രമല്ല, ദേശീയ ദുരന്തമായിട്ട് വയനാട്ടിലുണ്ടായ സംഭവത്തെ കാണാൻ കഴിയില്ല എന്ന രീതിയിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്രസ്താവനയും ഇതുവരെ പണം നൽകിയിട്ടില്ല യാഥാർത്ഥ്യം ഒക്കെ തന്നെ നമ്മളെ വല്ലാണ്ട് അലോസരപ്പെടുത്തുന്നു. പറയൂ. കഴിഞ്ഞ തവണ ഈ കേസ് കോടതിയിൽ പരിഗണിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചത് ഇത് ദേശീയ ദുരന്തമായി, അതീവ തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള നടപടികൾ ഉന്നതതല സമിതി ആലോചിച്ചു വരികയാണെന്നാണ്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായാണ് ഇന്നലെ വാർത്ത പുറത്തു വന്നത്. ഒരു തരത്തിലും ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ സാധിക്കില്ല എന്നാണ്. അതിന്മേലാണ് ഇപ്പോൾ കെ.വി. തോമസ് പ്രതികരിച്ചിരിക്കുന്നത്. വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. കാരണം വയനാട് പുനരധിവാസം അതൊരു വലിയ മാതൃകാ പദ്ധതിയായി മാറ്റാൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കേന്ദ്ര സഹായം കൂടിയേ തീരൂ. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നത് വഴി കൂടുതൽ തുക ഇതിനായി ചെലവഴിക്കാൻ, അല്ലെങ്കിൽ ഇതിനായി ലഭ്യമാകുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാന സർക്കാർ വെച്ചു പുലർത്തിയത്. പക്ഷേ അതിനാണ് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ 7,000 കോടി ആന്ധ്രക്ക് കൊടുത്ത കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് കേരള സർക്കാരിനോട്, അല്ലെങ്കിൽ കേരളത്തോട് ഇത്തരത്തിൽ വിവേചനം പുലർത്തുന്നു എന്നുള്ളതാണ് കെ.വി. തോമസിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. മുഖ്യമന്ത്രി അടക്കം നിരവധി തവണ കത്തയച്ചു, ധനമന്ത്രിയുമായി താൻ തന്നെ നേരിട്ട് സംസാരിച്ചു. പക്ഷേ അതൊന്നും പരിഗണിക്കാൻ നിലവിൽ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. കേരളത്തോട് കടുത്ത അവഗണനയാണ് കാണിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ കേരളം സ്വീകരിക്കുമെന്നാണ് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് അറിയിച്ചിരിക്കുന്നത്. ഇനി കോടതിയടക്കം, അതായത് നിലവിൽ ഈ കേസ് ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ കേരളത്തിന്റെ ആശങ്കകൾ ഇന്ന് കോടതിയെ അറിയിക്കാനുള്ള സാധ്യതയും നിലവിലുണ്ട്. ഒരുപക്ഷെ കെ.വി. തോമസ് തന്നെ നേരിട്ട് ഒരിക്കൽ കൂടി കേന്ദ്ര ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി കേരളത്തിന്റെ അവസ്ഥ വിശദീകരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം കൂടുതൽ സഹായം ഉണ്ടായില്ലെങ്കിൽ ഒരുപക്ഷെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയും ആഘാതവുമാണ് ഈ കേന്ദ്രത്തിന്റെ ഈ കടുംവെട്ട്. ഒരു തരത്തിലും മുന്നോട്ട് പോകാനാകാത്ത രീതിയിൽ കേന്ദ്രം വലിഞ്ഞു മുറുക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. അതിൽ ഇനി മറുപടി പറയേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഇനി ഇവിടെ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരൊക്കെ നമുക്കുണ്ട്. സുരേഷ് ഗോപിയും ജോർജ് കുര്യൻ അടക്കമുള്ള ആളുകൾ നമുക്കുണ്ട്. അപ്പോൾ അവരെല്ലാം ഇടപെട്ട് കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിന് വേണ്ട സഹായം എത്തിക്കണം എന്നാണ് പ്രത്യേക പ്രതിനിധിയായ കെ.വി. തോമസ് ആവശ്യപ്പെടുന്നത്. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയ ദുരന്തമല്ല, ആ രീതിയിലുള്ള സഹായധനവും കിട്ടില്ല എന്ന രീതിയിലുള്ള സൂചന കേന്ദ്ര സർക്കാരിൽ നിന്ന് വന്നു. എന്തായാലും സംസ്ഥാനം, നമ്മുടെ MP-മാരും MLA-മാരും എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഈ സഹായധനം വാങ്ങിയെടുക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.